ഇന്നത്തെ സ്മാക്ക് ഡൗൺ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ബ്ലഡ് ലൈൻ നിക്കാർഡിൻസ് ഇവരുടെ സെഗ്മെന്റ് ആണ് ബാക്ക് സ്റ്റേജിൽ കാണിച്ചത്. അപ്പോൾ ഈ സെഗ്മെന്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് വെച്ചാൽ ഇന്ന് നടക്കാനിരിക്കുന്ന ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന്റെ നമ്പർ 1 കണ്ടൻഡർ മാച്ചിൽ ടോങ്ക ലോവയ്ക്ക് ഇഞ്ചുറി ആയതുകൊണ്ട് പങ്കെടുക്കാൻ സാധിക്കില്ല എന്നും അതുകൊണ്ട് തന്നെ ഈ ഒരു ടീമിനെ ആ ഒരു മാച്ചിൽ നിന്നും മാറ്റാം എന്നൊക്കെയാണ് നിക്കാർഡിൻസ് പറഞ്ഞത്. എന്നാൽ സോളോ സിക്കാവോ പറഞ്ഞത് ടോങ്ക ലോവ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ജേക്കബ് ഫാട്ടു ആ ഒരു മാച്ചിൽ വന്നുകൊണ്ട് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന്റെ ആ ഒരു നമ്പർ 1 കണ്ടൻഡർ മാച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ്. പിന്നീട് ബാക്ക് സ്റ്റേജിൽ LA നൈറ്റ് നടന്നു വരുമ്പോൾ ഇപ്പോൾ നടക്കാൻ പോകുന്ന മാച്ചിൽ സാന്റോസ് എസ്കോബാറിനെ തോൽപ്പിക്കുമെന്നും സമ്മർ സ്ലാമിൽ ലോഗൻ പോളിനെ തോൽപ്പിച്ച് US ചാമ്പ്യൻ ആകും എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ട് റിങ്ങിലേക്ക് വരുന്നത്. പിന്നീട് സാന്റോസ് എസ്കോബാർ വേഴ്സസ് LA നൈറ്റ് ഇവരുടെ മാച്ചാണ് സ്മാക്ക് ഡൗണിൽ ഫസ്റ്റ് നടന്നത്. അപ്പോൾ ഈ മാച്ച് നല്ല അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത്. മാച്ചിന്റെ അവസാനത്തോട് കൂടിയിട്ട് ഇലക്ട്ര ലൂപ്പസ് സാന്റോസ് എസ്കോബാറിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം നോക്കുന്നുണ്ടായിരുന്നു. മാച്ചിൻ്റെ അവസാനത്തിലും അവർ അത്തരത്തിൽ ഒരു കാര്യം ചെയ്തുകൊണ്ട് റഫറിയുടെ ശ്രദ്ധയെല്ലാം തെറ്റിക്കുമ്പോൾ ലോഗൻ പോൾ കയറി അറ്റാക്ക് ചെയ്യാൻ നോക്കും. എന്നാൽ LA നൈറ്റ് ലോഗൻ പോളിനെ തിരിച്ച് അറ്റാക്ക് ചെയ്ത് സാന്റോസ് എസ്കോബാറിന് ഒരു BFT കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ LA നൈറ്റ് ആണ് വിൻ ചെയ്തത്. വിൻ ചെയ്തതിന് ശേഷം ലോഗൻ പോൾ കയറി LA നൈറ്റിനെ അറ്റാക്ക് ചെയ്തു. ശേഷം LA നൈറ്റ് തിരിച്ച് അറ്റാക്ക് ചെയ്തപ്പോൾ സാന്റോസ് എസ്കോബാർ ലോഗൻ പോളിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് LA നൈറ്റിനെ അറ്റാക്ക് ചെയ്ത് പിന്നീട് ലോഗൻ പോൾ ഫിനിഷർ എല്ലാം ചെയ്യുന്നതായിട്ട് കാണിച്ചിരുന്നു. അപ്പോൾ സമ്മർ സ്ലാമിൽ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് വരാം എന്ന് ഇന്നലെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു സൂചന പോലെയാണ് ഇത് കാണിക്കുന്നത്. പിന്നീട് ബാക്ക് സ്റ്റേജിൽ LA നൈറ്റിനെ അറ്റാക്ക് ചെയ്ത കാര്യത്തെപ്പറ്റി ലോഗൻ പോളിനോട് ചോദിക്കുമ്പോൾ ഇത് വെറും ടീസർ ആണെന്നും സമ്മർ സ്ലാമിലാണ് മുഴുവൻ പിക്ചർ ഉള്ളത് എന്നൊക്കെ LA നൈറ്റ് ലോഗൻ പോൾ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നീട് വുമൺസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന്റെ ഒരു ചെറിയ സെഗ്മെന്റ് നടന്നു. ജെറ്റ് കർഗിൽ ആൻഡ് ബിയാങ്ക ബെല്ലർ റിങ്ങിൽ വന്നുകൊണ്ട് പറയുന്നത് ഇപ്പോഴത്തെ ടാഗ് ടീം ചാമ്പ്യൻസ് ആയ ആൽബ ഫയറും ഐല ഡോണും ഇവരെ കണ്ട് ഒളിച്ചിരിക്കുകയാണ്, ധൈര്യമുണ്ടെങ്കിൽ റിങ്ങിലേക്ക് വരാനൊക്കെ ആയിട്ടാണ്. അടുത്ത സെക്കൻഡിൽ തന്നെ അവരുടെ തീം മ്യൂസിക് എല്ലാം പ്ലേ ആയി. അവർ പിറകിൽ നിന്നും വന്ന് ജെറ്റ് കർഗിൽ ടീമിനെ അറ്റാക്ക് ചെയ്തു എങ്കിലും ഇവർ തിരിച്ച് അറ്റാക്ക് ചെയ്ത് ജെറ്റ് കർഗിൽ ആൻഡ് ബിയാങ്ക ബെല്ലർ ഇവരാണ് സ്റ്റാൻഡിംഗ് ആയി റിങ്ങിൽ നിന്നത്. പിന്നീട് തനിക്ക് താൻ ആപ്പടിച്ച സെഗ്മെന്റ്, അതായത് നയ ജാക്സ് വന്ന് ടിഫനി സ്ട്രാറ്റനോട് പറയുന്നത് നിന്റെ മണി ഇന്ത്യ ബാങ്ക് എല്ലാം ഇപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് നെക്സ്റ്റ് വീക്ക് നിനക്കൊരു പുതിയ മണി ഇന്ത്യ ബാങ്ക് ഞാൻ വാങ്ങിത്തരാം എന്നാണ്. പക്ഷെ ഒരു കണ്ടീഷൻ, എൻ്റെ അടുത്ത് ക്യാഷ് ചെയ്യാൻ വരരുത് എന്ന് മാത്രമേ നയ ജാക്സ് പറഞ്ഞിട്ടുള്ളൂ. ഒരിക്കലും ക്യാഷ് ചെയ്യാൻ വരില്ല, അതുകൊണ്ട് പേടിക്കണം. അതിനുശേഷം ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള നമ്പർ 1 കണ്ടൻഡർ മാച്ച്, ഈ മാച്ച് ഒരു ഗോൺഫ്ലൈറ്റ് മാച്ച് ആയിട്ടാണ് നടന്നത്. ഈ മാച്ച് നടന്നിട്ടുള്ളത് PT ഡെഡ്ലി, സ്ട്രീറ്റ് പ്രോഫിറ്റ്സ്, ലെഗാഡോ ഡെൽ പന്റാസ്മ, ദി OC ടീം, അതുപോലെ തന്നെ ബറൺ കോർബൻ ആൻഡ് അപ്പോളോ ക്രൂസ്, പിന്നെ ബ്ലഡ് ലൈൻ ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ച് സ്റ്റാർട്ട് ചെയ്തത് ബറൺ കോർബന്റെ ടീമും ലെഗാഡോ ഡെൽ പന്റാസ്മ ടീമുമാണ്. അപ്പോൾ ഈ മാച്ച് സ്റ്റാർട്ടിങ്ങിൽ നന്നായി തന്നെ മുന്നോട്ട് പോയി. മാച്ചിന്റെ അവസാനത്തിൽ ബറൺ കോർബൻ എൻഡ് ഓഫ് ഡേ ഫിനിഷർ എല്ലാം യൂസ് ചെയ്ത് ലെഗാഡോ ഡെൽ പന്റാസ്മ ടീമിനെ ഈ ഒരു മാച്ചിൽ നിന്നും പുറത്താക്കി. പിന്നീട് സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് ഈ മാച്ചിൽ വന്നുകൊണ്ട് അപ്പോളോ ക്രൂസിനെ പിൻ ചെയ്ത് ബറൺ കോർബൻ ടീമിനെ ഈ മാച്ചിൽ നിന്നും എലിമിനേറ്റ് ചെയ്തു. അതിനുശേഷം പ്രീറ്റി ഡെഡ്ലി ടീം വന്ന് മാച്ചൊക്കെ നന്നായി കൊണ്ടുപോയി എങ്കിലും പ്രീറ്റി ഡെഡ്ലി ടീമിനെയും സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് ഈ ഒരു മാച്ചിൽ നിന്നും എലിമിനേറ്റ് ചെയ്തു. അതിനുശേഷം OC ടീം വന്നു, ഗാലോസ് ആൻഡ് ആൻഡർസൺ. അപ്പോൾ ഇവരെയും സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് എലിമിനേറ്റ് ചെയ്തു, അതായത് റോൾ പിൻ വഴി. പിന്നീട് മാച്ചിന്റെ അവസാനത്തിൽ ബ്ലഡ് ലൈൻ ടീം വന്ന് മാച്ച് എല്ലാം മുന്നോട്ട് കൊണ്ടുപോയി. ജേക്കബ് ഫാട്ടു, ടോമ ടോങ്ക ഇവരെല്ലാം ഇടയ്ക്ക് ഇവർ സ്ട്രീറ്റ് പ്രോഫിറ്റ്സിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് പോലെയും തിരിച്ച് സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് എല്ലാം അറ്റാക്ക് ചെയ്യുന്നതായിട്ട് ഈ മാച്ചിൽ കാണിച്ചിട്ടുണ്ട്. അവസാനം ജേക്കബ് ഫാട്ടു ഇറങ്ങിക്കൊണ്ട് ബോണ്ടക്സ് ബോർഡിന് സമോൺ ഡ്രാപ്പ് എല്ലാം കൊടുത്ത് പിന്നീട് മോൺസോൾട്ട് ഫിനിഷറും ചെയ്ത് ഈ മാച്ചിൽ ബ്ലഡ് ലൈൻ ടീമാണ് വിൻ ചെയ്ത് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന് നമ്പർ 1 കണ്ടൻഡർ ആയത്. അപ്പോൾ ഈ മാച്ച് കൺഫേം ചെയ്ത സമയത്ത് തന്നെ നമ്മൾക്കറിയാം ഇതാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. പിന്നീട് ആസ്റ്റ്യൻ തിയറി, ഗ്രേസൺ വാലർ ഇവരുടെ സെഗ്മെന്റ് നടന്നു. അപ്പോൾ ഈ സെഗ്മെന്റിൽ കഴിഞ്ഞ സ്മാക്ക് ഡൗണിൽ റിയൽ ബോക്സർ ആയിട്ടുള്ള ടെറൻസ് ക്രോഫോർഡ് കോഡി റോഡ്സിന് ചെയറെല്ലാം കൊടുത്ത് ഹെൽപ്പ് ചെയ്ത കാര്യത്തെപ്പറ്റി ഗ്രേസൺ വാലർ ആസ്റ്റ്യൻ തിയറി സംസാരിക്കുന്നുണ്ട്. അതുപോലെ ക്രോഫോർഡ് വന്നുകൊണ്ട് ഇവരോട് മാപ്പ് ചോദിക്കണം എന്നൊക്കെയാണ് ഈ സെഗ്മെന്റിൽ ഇവർ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ടെറൻസ് ക്രോഫോർഡ് റിങ്ങിൽ വരുന്നതായിട്ടും വന്നതിന് ശേഷം ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ ഗ്രേസൺ വാലർ ചോദിക്കുന്നുണ്ട് ആസ്റ്റ്യൻ തിയറിയെ നോക്കൌട്ട് പഞ്ച് ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ. അടുത്ത സെക്കൻഡിൽ തന്നെ ആസ്റ്റ്യൻ തിയറിക്ക് ഒരു നോക്കൌട്ട് പഞ്ച് കൊടുത്തുകൊണ്ട് ഈ സെഗ്മെന്റ് അവസാനിപ്പിച്ചു. അപ്പോൾ വഴിയെ പോയത്, അല്ലെങ്കിൽ ആകാശത്ത് കൂടെ പോയത് ഏണി വെച്ച് തൻ്റെ കൂട്ടുകാരനെ വാങ്ങിച്ചു കൊടുത്തതായിട്ടാണ് ഈ സെഗ്മെന്റിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയെല്ലാം കാരണം നമ്മൾക്കറിയാം അവരുടെ ഒരു മാച്ച് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ സെഗ്മെന്റ് എല്ലാം വെച്ചിട്ടുള്ളത്. പിന്നീട് കോഡി റോഡ്സിന്റെ ഒരു വീഡിയോ പ്രോമോ പോലെ കാണിച്ചു. അപ്പോൾ അതിൽ കോഡി റോഡ്സ് ബ്ലഡ് ലൈൻ ടീം ഒരു മൃഗങ്ങൾക്ക് തുല്യമാണ് എന്ന ടൈപ്പിലെല്ലാം സംസാരിക്കുന്നുണ്ട്. അതുപോലെ കോഡി റോഡ്സിന്റെ ബെസ്റ്റ് ഫ്രണ്ട്സായ കെവിൻ ഓവൻസും റാൻഡി ഓർട്ടനും
ഇന്ന് തന്നോടൊപ്പം ഇല്ല. അതിന്റെ കാരണമെല്ലാം ബ്ലഡ് ലൈൻ ആണെന്നും, എന്നാൽ സമ്മർ സ്ലാമിൽ സോളോ സിക്കാവനെ തോൽപ്പിച്ചുകൊണ്ട് താൻ തന്നെ സ്റ്റിൽ ചാമ്പ്യനായി മുന്നോട്ട് പോകും. ഈ ഒരു ടൈപ്പിലൊക്കെയാണ് ഈ സെഗ്മെന്റ് കൊണ്ടുപോയത്. മെയിനായിട്ടും നെക്സ്റ്റ് വീക്ക് സോളോ സിക്കാവ കോഡി റോഡ്സ് ഇവർ ഫേസ് ടു ഫേസ് സെഗ്മെന്റ് വെക്കാം എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ആൻഡ്രോയിഡ് നെക്സ്റ്റ് പ്ലാനുമായി മുന്നോട്ട് പോകാൻ നോക്കും. അതായത് ഇനി US ചാമ്പ്യൻഷിപ്പിന്റെ പിന്നാലെയെല്ലാം പോകണം. ഈ ടൈപ്പിലെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാർമെലോ ഹെയ്സ് അവിടെ വന്നുകൊണ്ട് നമ്മൾക്ക് തമ്മിലുള്ള ബിസിനസ് ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നും നമ്മൾക്ക് വീണ്ടും ഒരു മാച്ച് വരേണ്ടി വരും, ഈ ഒരു ടൈപ്പിലെല്ലാം ഈ സെഗ്മെന്റ് കൊണ്ടുപോയിരുന്നു. പിന്നീട് സ്മാക്ക് ഡൗൺ എപ്പിസോഡ് മെയിൻ ഇവന്റ് ആയിട്ട് വുമൻസ് ചാമ്പ്യൻ ബെയ്ലി ആൻഡ് മിച്ചിൻ വേഴ്സസ് മണി ദി ബാങ്ക് വിന്നർ ടിഫനി സ്ട്രാറ്റൻ, നയ ജാക്സ് ഇവർക്ക് തമ്മിലുള്ള ഒരു ടാഗ് ടീം മാച്ച് നടന്നു. അപ്പോൾ ഈ മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുൻപ് തന്നെ നയ ജാക്സും ടിഫനി സ്ട്രാറ്റനും മിച്ചിനെ വന്ന് അറ്റാക്ക് ചെയ്യുന്നതായിട്ടെല്ലാം കാണിച്ചിട്ടുണ്ട്. പിന്നീടാണ് ബെയ്ലി എല്ലാം വന്നത്. മാച്ചിന്റെ പല സമയങ്ങളിലും ഇവർ ഉടായ്പൊപ്പിച്ചാണ് മുന്നോട്ട് പോയത്. അവസാനത്തിൽ റഫറിയുടെ ശ്രദ്ധ തെറ്റുമ്പോൾ ബെയ്ലിനെ ടിഫനി സ്ട്രാറ്റൻ മണി ദി ബാങ്ക് വെച്ച് അറ്റാക്ക് ചെയ്യും. പിന്നീട് നയ ജാക്സ് ഫിനിഷറും ചെയ്ത് ഈ മാച്ചിൽ ടിഫനി സ്ട്രാറ്റൻ ആൻഡ് നയ ജാക്സ് ഇവരാണ് വിൻ ചെയ്തത്. ഇതോടുകൂടി സ്മാക്ക് ഡൗൺ എൻഡ് കാർഡ് കാണിച്ച് ക്ഷമിക്കണം, അപ്പോൾ സ്മാക്ക് ഡൗൺ എൻഡ് കാർഡ് കാണിച്ച് അവസാനിപ്പിച്ചില്ല. സോളോ സിക്കാവയുടെ ഒരു ഡാർക്ക് പ്രോമോയും ഉണ്ടായിരുന്നു. മെയിനായിട്ട് റോമൻ റെയിൻസിനെ ചാലഞ്ച് ചെയ്യുന്നത് പോലെയാണ് കാണിച്ചിട്ടുള്ളത്. അതായത് നെക്സ്റ്റ് വീക്ക് സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ ഇവർ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുമെന്നും അതിനുശേഷം സമ്മർ സ്ലാമിൽ കോഡി റോഡ്സിന്റെ കയ്യിലുള്ള അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പ് സോളോ സിക്കാവ വിൻ ചെയ്യുമെന്നും, എന്നാൽ ഇതെല്ലാം റോമൻ റെയിൻസിന് ഇഷ്ടപ്പെടാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റോമൻ റെയിൻസിനെ ചാലഞ്ച് ചെയ്യുന്നത് പോലെ ഈ ഒരു സ്മാക്ക് ഡൗൺ എപ്പിസോഡ് എൻഡ് കാർഡ് കാണിച്ച് അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്മാക്ക് ഡൗണിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തത് ലെങ്ത് കുറവുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ കാരണം ഇന്നത്തെ സ്മാക്ക് ഡൗണിൽ വലുതായിട്ടൊന്നും പ്രത്യേകിച്ച് ഉണ്ടായിരുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ സ്മാക്ക് ഡൗൺ എപ്പിസോഡ് കഴിഞ്ഞ സ്മാക്ക് ഡൗൺ എപ്പിസോഡിൻ്റെ ഒപ്പം ടാപ്പ് ചെയ്ത് വെച്ച ഷോയാണ് നമ്മൾക്ക് ഇന്ന് ടെലികാസ്റ്റ് ചെയ്തത്. അപ്പോൾ വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത് സ്പോയിലറായി പോകണ്ട എന്ന് കരുതിയിട്ടായിരിക്കാം സ്മാക്ക് ഡൗൺ ഇങ്ങനെ കൊണ്ടുപോയത്. നെക്സ്റ്റ് സ്മാക്ക് ഡൗൺ നന്നാവാൻ ചാൻസ് ഉണ്ട്.